നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. വളരെ പവർഫുള്ളായ ഒരു ടെക്നിക്കാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പവർഫുൾ ആണെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 11 എന്ന അത്ഭുത ശക്തിയുള്ള നമ്പറിന്റെ പവർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ റിസൾട്ട് നൽകുന്ന ഒരു ടെക്നിക്കാണിത്. അത്ര കഠിനമായ ആഗ്രഹങ്ങളാണെങ്കിൽ മാത്രം അല്പസമയമെടുക്കും, എങ്കിലും റിസൾട്ട് കിട്ടും എന്ന കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു ടെക്നിക്കാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. എനിക്ക് ഉറപ്പാണ് ഇത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് നൽകുമെന്ന കാര്യത്തിൽ. ഇത് നിങ്ങൾ ഒരേ ഒരു തവണ ചെയ്താൽ മാത്രം മതി. അതുപോലെ ഇത് ചെയ്യാനായി അധിക സമയമൊന്നും ആവശ്യമില്ല. വളരെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇത് ചെയ്യാനായി അധിക സമയമൊന്നും ആവശ്യമില്ല. നമുക്കിവിടെ വേണ്ടത് ഒരു വെള്ള പേപ്പറും ഒരു പേനയും മാത്രമാണ്. ഏത് കളറിലുള്ള പേന വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യണം. അതിനാൽ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ഈ പവർഫുൾ ടെക്നിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ആഗ്രഹം സാധിക്കാനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയോ, ഇന്റർവ്യൂവിന് വേണ്ടിയോ, എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയോ, പണത്തിന് വേണ്ടിയോ, റിലേഷൻഷിപ്പിന് വേണ്ടിയോ, കോടതിയിൽ കേസ് വിജയിക്കുന്നതിന് വേണ്ടിയോ, അങ്ങനെ നിങ്ങളുടെ ഏത് ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പവർഫുൾ ആയ ഒരു ടെക്നിക്കാണിത്. ഇത് നിങ്ങൾക്ക് ഏത് ദിവസവും ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. ഒരു നിബന്ധനകളും ഇത് ചെയ്യുന്നതിന് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചെറിയൊരു കാര്യം മാത്രമാണ്. ആദ്യം ഒരു വെള്ള പേപ്പർ എടുക്കണം. ഏത് സൈസിലുള്ള പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ 11ന്റെ പവറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ 11ന്റെ മാനിഫെസ്റ്റേഷനും, അതായത് 11ന്റെ പവർ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വെള്ള പേപ്പറിന്റെ നടുവിലായി ഒരു സ്ക്വയർ വരയ്ക്കണം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അതായത് ഒരു സമചതുരം വരയ്ക്കണം. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു സമചതുരം ഈ പേപ്പറിന്റെ നടുവിലായിട്ട് വരയ്ക്കണം. ഈ സ്ക്വയറിന്റെ 4 സൈഡിലും 11 11 11 11 എന്നെഴുതണം. ചെറിയ 11 എഴുതിയാൽ മതി. ചെറിയ 11 ഈ 4 സൈഡിലും എഴുതണം. അതിനുശേഷം ഈ സ്ക്വയറിന്റെ, അതായത് ഈ സമചതുരത്തിന്റെ മധ്യഭാഗത്തായി ഒരു വലിയ 11 എഴുതണം. അതിനുശേഷം ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഈ 11 എന്നെഴുതിയ ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതണം. നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഐ ഗോട്ട് മൈ മണി എന്നാണ്. എനിക്ക് ഇത്ര രൂപ കിട്ടിയെന്ന് നിങ്ങൾ എഴുതണം. ഇനി നിങ്ങൾ ആരുടെയെങ്കിലും കോളാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഐ ഗോട്ട് മൈ കോൾ എന്നെഴുതണം. ഇനി നിങ്ങൾക്ക് ജോലിയാണ് വേണ്ടതെങ്കിലോ നിങ്ങൾ എഴുതേണ്ടത് ഐ ഗോട്ട് മൈ ജോബ് എന്നാണ്. ഇത് നിങ്ങൾക്ക് ഏത് ഭാഷയിലും എഴുതാം. നിങ്ങൾ ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇത് എഴുതാൻ. ആഗ്രഹം എഴുതിയതിന് ശേഷം നിങ്ങൾ ഈ പേപ്പർ 3-4 തവണ മടക്കണം. പേപ്പറിന്റെ വലിപ്പം അനുസരിച്ച് നിങ്ങളിത് മടക്കണം. മടക്കിയതിന് ശേഷം ഈ പേപ്പറിന്റെ പുറത്ത് നിങ്ങൾ 11 എന്ന് ഇംഗ്ലീഷിൽ എഴുതണം. ELEVEN എന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ ഈ പേപ്പറിന്റെ പുറത്ത് എഴുതണം. അതിനുശേഷം ഇത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലെടുത്ത്, അതായത് ഈ പേപ്പർ നിങ്ങൾ നിങ്ങളുടെ കയ്യിലെടുത്ത് നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടിയതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. പണമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ആ പണം നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി സങ്കല്പിക്കണം. അതിനുശേഷം ഈ പേപ്പർ നിങ്ങൾ നിങ്ങളുടെ തലയണയുടെ അടിയിലോ അല്ലെങ്കിൽ തലയണയുടെ കവറിനുള്ളിലോ സൂക്ഷിച്ചു വെക്കണം. ആഗ്രഹം സാധിച്ചതിന് ശേഷം ഇത് കത്തിച്ച് ഇതിന്റെ ചാരം പുറത്തേക്ക് ഊതിവിടണം. അതായത് പ്രപഞ്ചത്തിന് നൽകണം. ആദ്യം നിങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഈ ടെക്നിക്ക് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പൂർണ്ണ വിശ്വാസമുണ്ടാകും. ഈ സമയത്ത് നിങ്ങൾ വലിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ ചെയ്യണം. 100% റിസൾട്ട് നൽകുന്ന ഒരു ടെക്നിക്കാണിത്. ട്രൈ ചെയ്ത് നോക്കുക. നന്ദി, നമസ്കാരം.